മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, കുറച്ചു നാളുകളായി വാർത്തകളിലും അതുപോലെ തന്നെ ചർച്ചകളിലും വലിയ രീതിയിൽ വിവാദങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ആരോഗ്യപരമായും മാനസികപരമായുള്ള ഉന്മേഷങ്ങൾക്ക് വേണ്ടിയും ലഹരി വിരുദ്ധമായുള്ള ചിന്തകൾക്ക് വേണ്ടിയും പൊതുവിദ്യാഭ്യാസ ബോർഡ് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചു. സ്കൂളുകളുടെ പരിധി സമയങ്ങളിൽപ്പെട്ട അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു മൈൻഡ് റിലാക്സിന് വേണ്ടി ഒരു ഡാൻസ് പഠിപ്പിക്കുക എന്നൊരു സർക്കുലർ. ആ ഡാൻസിന് ഒരു പേരിട്ടു. ആ പേര് സുംബ ഡാൻസ് എന്നായിരുന്നു. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, സുംബ ഡാൻസ് എന്ന് കേട്ടത് പകുതി കേൾക്കാത്തത് പകുതി ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിലുള്ള എതിർപ്പുമായി രംഗത്തേക്കെത്തി. ഇത് നമ്മുടെ വിശ്വാസങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, ഇത് നമുക്ക് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇത് നമ്മുടെ ശരീഅത്ത് പ്രകാരം അനുവദനീയമല്ല എന്നൊക്കെ കേട്ടാ തോന്നിപ്പോകും ഇത് ശരീഅത്ത് രാജിയാണോ എന്ന്. അതുമല്ലെങ്കിൽ ഇതിന് അൽ സുംബ ഡാൻസ് എന്ന് പേരിടാത്തത് കൊണ്ടാണോ എന്നും അറിയില്ല. നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് ഭൗതികപരമായി കൊണ്ട് പല ജാതിക്കാർ, പല മതക്കാർ, പല വേഷക്കാർ, പല ഭാഷക്കാർ, അതുപോലെ എല്ലാം കൂടെ കോർത്തിണക്കിയ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എല്ലാ മതക്കാർക്കും എല്ലാ ഭാഷക്കാർക്കും അവരവരുടെ ഭാഷയെയും മതത്തെയും സംരക്ഷിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ തന്നെ ആരുടെയെങ്കിലും മതത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഭാഷയിലേക്കോ ഭംഗം വന്നു കഴിഞ്ഞാൽ അത് തിരുത്തുവാൻ പോലുള്ള സംവിധാനം ഉണ്ടായിരിക്കെ ചില ആളുകൾ അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിലെ ചില പണ്ഡിതന്മാർ പോലും അതിലേക്ക് ഏറ്റുപിടിക്കുന്ന ചില സന്ദർഭങ്ങളാണ് നമുക്കിന്ന് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില പണ്ഡിതന്മാർ എന്ന് പറയാനുള്ള കാരണം പണ്ഡിതന്മാർക്കും ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ ആ വിവാദങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് വലിയ എന്തോ ഒരു അപരാധമാണ് എന്ന് തോന്നിക്കുന്ന വിധം ജനങ്ങൾക്കിടയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് മുസ്ലിമിന്റെ പേരിലാണ്, മുസ്ലിം എന്ന നാമത്തിലൂടെയാണ് ഈ വിവാദങ്ങൾ മുഴുവനും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ഈ വിവാദങ്ങളിൽ ആരും പുറകോട്ടില്ല, എല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ടാണ്. അത് ജമാഅത്ത്, മുജാഹിദ്, സുന്നി എന്ന് പറയുന്ന ഏതെല്ലാം സംഘടനകളുണ്ടോ എല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ടാണ് ഇതിനെക്കുറിച്ച് എന്താണെന്ന് പോലും പഠിക്കാതെ വന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട ചില മുസ്ലിം പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വിവാദങ്ങൾ ആക്കി തീർക്കുമ്പോൾ ഞാനും കൂടി അടങ്ങുന്ന ഒരു മുസ്ലിം എന്ന പേരുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് എന്നെ പോലുള്ള ചില ആളുകൾക്ക് പോലും ഈ വിഷയത്തിലേക്ക് സംസാരിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ചില പണ്ഡിതന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ വലിയ അറിവിന്റെ നിറക്കുടങ്ങളായിരിക്കാം, പക്ഷെ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഈ തെറ്റിദ്ധരിപ്പിക്കൽ, ഈ വിവാദം സൃഷ്ടിക്കൽ ഇസ്ലാമിന്റെ പേരിലായതുകൊണ്ട് എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരിക്കാൻ സാധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രംഗപ്രവേശനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോ ഡാൻസ് ആണ് ഇവിടെ പ്രശ്നം. ഏത് ഡാൻസ്? സുംബ ഡാൻസ്. എന്താ സുംബ ഡാൻസിന്റെ കാതലായ പ്രശ്നങ്ങൾ? അത് നമുക്ക് പരിശോധിക്കാം. എന്താണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഈ ഡാൻസിനെ കുറിച്ച് എന്നൊക്കെ നമുക്ക് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിലേക്ക് തന്നെ നമുക്ക് പോവാം. പണ്ഡിതന്മാർക്ക് എന്താണോ പറയാനുള്ളത്, ഡാൻസിൽ ഒളിഞ്ഞു കിടക്കുന്ന എന്തെല്ലാം അപകടങ്ങളുണ്ടോ, വൈരുദ്ധ്യങ്ങളുണ്ടോ, ഏതെല്ലാം ചേരലുകളുണ്ടോ, ഇതൊക്കെ നമുക്ക് പറ്റാത്തതാണ് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ചില വീഡിയോകൾ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ, ഈ ഉമ്മത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ പല രീതിയിലുള്ള ഡാൻസുകളും അതിനുശേഷം ഞാൻ കാണിക്കുന്നുണ്ട്. അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്ത നിങ്ങൾ പൊതുസമൂഹത്തിൽ വന്ന് വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധിക്കുന്നതേ അല്ല. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്നുകൂടെ ആണയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ പ്രശ്നം ഇവിടെ മുസ്ലിമോ ശരീഅത്തോ ഒന്നുമല്ല. നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനോടുള്ള തീരാത്ത വിരോധമാണ് എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഉസ്താദുമാരുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട്. അതിനുശേഷം വൈക്ക് വൈയായിട്ട് മറ്റുള്ള വീഡിയോകളും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ കൂടി നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി കൊണ്ട് നമുക്ക് ഒരു സന്തോഷവാനായ ഒരു രാഷ്ട്രീയക്കാരന്റെ വാക്കുകൾ കേൾക്കാം. മതസംഘടനാ നേതാക്കൾ പറയേണ്ടതാണ്, അവരാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ചില നേതാക്കളെ പരിചയപ്പെടാം. ഈ ടീനേജ് പ്രായത്തിലുള്ള മക്കളെ
അവർ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ഒന്നിച്ച് വെച്ചിട്ട് അവർ കളിക്കുന്ന കളിയാണ്. മിക്കവാറും ഞാൻ കണ്ടിടത്തോളം എല്ലാ വീഡിയോയിലുള്ളത് അല്പവസ്ത്രധാരികളാണ്. അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്നിച്ച് നിന്ന് ആടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികമായ അവസ്ഥയെ മോശപ്പെടുത്തുക ചെയ്യുക. സ്കൂൾ യൂണിഫോമിലാണ് ഇത് നടപ്പാക്കുന്നതെങ്കിലോ ഈ പ്രായത്തിൽ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രായത്തിലെ കുട്ടികൾ അവരുടെ ശരീരഭാഗങ്ങൾ അത് പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള ഡ്രില്ല് ഇങ്ങനെ മിക്സഡ് ആയിട്ട് ചെയ്തുകൂടാ. എല്ലാ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എന്നിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ഡാൻസുകൾ ഞാൻ കാണിക്കുന്നുണ്ട്, ആരും അത് കാണാതെ പോകരുത്. ഇനി നമ്പർ 2 പറയുന്നത് സർവതന്ത്ര സ്വതന്ത്രരായി നൃത്തം ചെയ്താൽ അത് ആ കുട്ടികളുടെ ഭാവി ജീവിതത്തിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. ഇത് ധാർമ്മിക ബോധമുള്ള രക്ഷിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇനി നമ്പർ 3 സ്കൂളിലെ ഈ സൂംബയെ എതിർക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അതായത് സൂംബ എന്ന പേരിൽ ഇന്ന് സ്കൂളുകളിൽ, നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രൈമറി തലം മുതൽ ഉള്ള സ്കൂളുകളിലെ കുട്ടികൾക്ക് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിന് ഇക്കാര്യത്തിൽ കൃത്യമായ ചില ജീവിത ചിട്ടകളും ചില നിലപാടുകളും ഒക്കെ ഉണ്ട്. മതപരമായ കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്നവരെന്ന നിലക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടുകൂടി നമ്മുടെ കേരളത്തിൽ തുടക്കം കുറിച്ച ഈ നൃത്ത പരിപാടി ഇതിൽ ഒരുപാട് അപകടങ്ങൾ ഞങ്ങൾ കാണുകയാണ്. നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേർന്ന ഒരു നൃത്ത സംവിധാനമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമല്ല. ഇതുപോലെ അഭിപ്രായമില്ലാത്ത രാഷ്ട്രീയ പണ്ഡിതന്മാരെ ഒരുപാട് നമുക്ക് ഇതിൽ എണ്ണാൻ സാധിക്കും. മറ്റുള്ള പണ്ഡിതന്മാരെ കൂടി കാണിക്കുന്നതിന് മുന്നേ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സുംബ ഡാൻസ് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത്. ഈ കുട്ടികളോട് കളിക്കാനും കുട്ടികൾക്ക് കൊടുക്കാനും പറഞ്ഞേൽപ്പിച്ചിട്ടുള്ള ഈ സൂംബ ഡാൻസ് ആണ് ഇന്ന് അല്പവസ്ത്രവും മറ്റുള്ളതൊക്കെ ആയി ചിത്രീകരിച്ചുകൊണ്ട് ഇത് പണ്ഡിതന്മാർ മാത്രമല്ല, ഇതേമാതിരി മുസ്ലിം വ്ളോഗർമാർ, അതുപോലെ തന്നെ പല പല വീഡിയോ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ പല മുസ്ലിങ്ങളുടെ പല പല മേഖലകളും ഇതിനെ വല്ലാതെ കണ്ട് എതിർക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്തുകൊണ്ടാണ് സമൂഹം ഈ സൂംബ ഡാൻസിനെ എതിർക്കാനുള്ള കാരണം? പ്രത്യേകിച്ച് യൂറോപ്യൻ കൾച്ചർ നമ്മുടെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട്. പാശ്ചാത്യ സംസ്കാരം സർക്കാർ സ്കൂളുകളിലേക്ക് കൊടുത്ത ചില മോഡലുകളൊക്കെ ഉണ്ട്, ചില വീഡിയോസൊക്കെ ഉണ്ട്. അത് നമ്മൾ സൂക്ഷ്മമായി പഠിച്ചാൽ അതിൽ ഒന്ന് അർദ്ധ നഗ്നാവസ്ഥയിലാണ് ആ ഡാൻസുകളൊക്കെ നടക്കുന്നത്. 2 മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് ഈ ഇടകലർന്നുള്ള ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത ആളുകൾ. അല്ല, സൂംബയിൽ നമുക്കറിയാലോ, നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ നമുക്കത് കാണാം കൃത്യമായി പോയി. സൂംബ ഡാൻസ് എന്നാ പറയുന്നത്. ഇവർ നെറ്റിൽ സൂംബ ഡാൻസ് എന്ന് അടിച്ചപ്പോൾ കണ്ട ഡാൻസ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ നെറ്റിൽ കയറിയിട്ട് സൂംബ ഡാൻസ് എന്ന് പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ട ഡാൻസ് നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നെറ്റിൽ പരിശോധിച്ചപ്പോൾ കണ്ട സൂംബ ഡാൻസാണ് ഇത്. സൂംബ ഡാൻസ് എന്ന് അടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഡാൻസാണിത്. ഇത് വിദേശത്തുള്ള ഇവർ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ തന്നെ ആയിരിക്കണം. ഇതുപോലുള്ള ഒരുപാട് ഡാൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൂംബ ഡാൻസ് ഇപ്പൊ ചിലർ പറയുന്നുണ്ട് കുട്ടികളോട് നിങ്ങൾ സൂംബ ഡാൻസ് കളിക്കണം, എന്നാൽ ലഹരിയിൽ നിന്ന് മുക്തമാവാമെന്ന്. എങ്ങനെയാണത് മുക്തമാവില്ലെന്ന് അവർക്കേ അറിയുകയുള്ളൂ. ആയിക്കോട്ടെ, എന്നാൽ ശരി ചങ്കളെ, നമുക്ക് അനുവദനീയമായ കുറച്ച് ഡാൻസുകളുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഇടകലരാത്തതും അതുപോലെ തന്നെ യാതൊരു പ്രശ്നമില്ലാത്ത കുറച്ച് നമ്മുടെ സ്വന്തം ഡാൻസുകളുണ്ട്, അതൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ശരിക്കും കണ്ടോളി, ഈ കൊടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. ധാരത കൊടി എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോളി. ഇവിടെ ഇടയും നടയൊന്നും കലർന്നിട്ടില്ല. ഇവിടെ വല്ലാത്ത ഒരു നല്ല നമുക്ക് അനുവദനീയമായിട്ടുള്ള ഒരു ഡാൻസാണ്. അപ്പോൾ ഇനി അടുത്തത് ഇത് പച്ചപ്പട അസർപ്പ് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന നോക്കിക്കോളി. നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളുടെ ആ ചെറിയ ഒരു ഡാൻസ് ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് ഇതിൻ്റെ അടിയിലൊന്ന് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് മനസ്സിലാക്കുക നമ്മുടെ സമൂഹം എവിടത്തേക്കായി പോകുന്നത്. ഇനി അടുത്തത് ഈ മേലെ ഭാഗത്ത് കാണുന്ന ആ ഒരു ഡാൻസ് ഉണ്ടല്ലോ, അത് നമ്മളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെയാണ്. ആ പാർട്ടീൻ്റെതാവുമ്പോൾ ഇങ്ങനെ കളിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ഡാൻസ് എന്നാരും പറയാൻ പാടില്ല, അത്രമാത്രമേ ഉള്ളൂ.
സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന മാലാകമാരാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത് വരട്ടെ. അടുത്തത് ഇത് അള്ളാനെ വിളിച്ചിട്ടുള്ള പാട്ടുകളൊക്കെ ആയതുകൊണ്ട് ഇത് നമുക്ക് ഹലാലായതാണ്. ഇത് നമ്മുടെ സ്വന്തം ഡാൻസാണ്, ഹലാലായ ഡാൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഇടയും നടയും ഒന്നും കലർന്നിട്ടില്ല കേട്ടോ. ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് വെല്ലിമ മുതൽ കല്യാണത്തിൻ്റെ ആഘോഷത്തിൽ ആടിത്തിമിർത്ത് ഇടയൊന്നും കലരുന്നില്ല കേട്ടോ. ഇവിടെ ഇട കലർച്ചയൊന്നുമില്ല, നല്ല ഡാൻസാണ്, അനുവദിക്കപ്പെട്ട ഡാൻസ്. ഇനി അടുത്തതിലേക്ക്. ഇനി അടുത്തതിലേക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിന് ഡാൻസ് എന്ന് പറയാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാൻ നിന്നാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ. അത്രത്തോളം വീഡിയോകളുണ്ട്. ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, ഇത് ഞങ്ങളാണോ ഈ കല്യാണമൊക്കെ നടത്തുന്ന ആൾക്കാരെന്ന്. പക്ഷേ ഇതിന് പോയിട്ട് ഫുഡ് അടിക്കുന്നതും അതേമാതിരി നിക്കാഹൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഈ പറയപ്പെടുന്ന പണ്ഡിതന്മാർ തന്നെയല്ലേ. എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം നല്ലോണം മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെയൊക്കെ ഇവർ ശബ്ദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വിവരം മനസ്സിലാവും. അപ്പോൾ കൂടുതലായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. അല്ല, എന്നിട്ട് ശിവൻകുട്ടി സാറേ, നിങ്ങളെന്ത് തീരുമാനിച്ചു? ഒരു സ്കൂളിൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് തീരുമാനിക്കും. അല്ല ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. വർഗീയ നിറം കൊടുത്തുകൊണ്ട് ഒരു മതേതരത്വത്തിന് യോജിക്കാത്ത രൂപത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല. ബെസ്റ്റ്. അപ്പോൾ ഞാൻ പോവാണ്. എല്ലാവരോടും ബൈ ബൈ.